Hello everyone, welcome back to our channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണ്. അതിനാവശ്യമായത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെജിറ്റബിൾസ്, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വെജിറ്റബിൾസും നിങ്ങൾക്ക് എടുക്കാം. 4 മുട്ട. ആദ്യം തന്നെ ഈ മുട്ടകൾ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. നമ്മൾ പൊട്ടിച്ചൊഴിച്ചിരിക്കുന്ന മുട്ടയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യാം. വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ഏകദേശം ഒരു കട്ടി കുറഞ്ഞ രീതിയിലായിരിക്കണം വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യേണ്ടത്. ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ് എല്ലാം തന്നെ കട്ടി കുറഞ്ഞ ഒരു ഫോമിലായിരിക്കണം നമ്മൾ ചോപ്പ് ചെയ്യേണ്ടത്. നമ്മുടെ ചോപ്ഡ് വെജിറ്റബിൾസ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് 1 കപ്പ് റൈസ് എടുക്കാം. ഒരു ബൗൾ എടുത്ത് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ റൈസ് ഏകദേശം ഒരു അരമണിക്കൂർ നേരം സോക്ക് ചെയ്ത് വെക്കാം. ആദ്യം തന്നെ നമ്മുടെ മുട്ടയുടെ പ്രിപ്പറേഷൻ ആണ്. അതിനായി ഒരു പാൻ ഹീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രം നമ്മൾ മുട്ട ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് നന്നായി സ്ക്രാമ്പിൾ ചെയ്യുക. നമ്മുടെ മുട്ട ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇനി അടുത്തതായി റൈസിന്റെ പ്രിപ്പറേഷൻ ആണ്. അതിനായി ഒരു പാൻ ഹീറ്റ് ചെയ്തതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് വാട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഹീറ്റ് ആയതിനു ശേഷം സ്വല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം 1 ടേബിൾ സ്പൂൺ. അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന റൈസ് കഴുകി വൃത്തിയാക്കി ആഡ് ചെയ്യുക. നന്നായി കുക്കാവാൻ അതുവരെ നമുക്ക് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിന്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അതിനായി ഒരു പാൻ എടുത്തതിന് ശേഷം അത് നന്നായി ഹീറ്റ് ചെയ്യുക. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ആഡ് ചെയ്യുക. ഓണിയൻ നന്നായി സോട്ട് ചെയ്യുക. വൺ ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷവും നമ്മൾ നന്നായിട്ട് സോട്ട് ചെയ്യുക. ഇനി അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യുക.
വെജിറ്റബിൾസ് ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. നന്നായി സോട്ട് ആയതിനു ശേഷം മാത്രം നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും ആഡ് ചെയ്യും. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറുമാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അത് പക്ഷേ ഓരോരുത്തരുടെ ആവശ്യാനുസരണം ആഡ് ചെയ്യാവുന്നതാണ്. ഇനി അത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനേഗർ ആക്കും. ഇനി നമ്മൾ അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. സോയാ സോസും വിനേഗറും ആഡ് ചെയ്തതിന് ശേഷം നന്നായി ആ ഫ്ലേവർ മിക്സ് ആകാൻ വേണ്ടിയിട്ട് സോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. നന്നായി മിക്സ് ചെയ്യുക വെജിറ്റബിൾസ് എല്ലാം. സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ആഡ് ചെയ്യുക. വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. മുട്ടയിലേക്കും ആ സോയാ സോസിൻ്റെ വിനേഗറിൻ്റെയും എല്ലാം ഫ്ലേവർ ഇറങ്ങണം. അതിനു വേണ്ടിയാണ് നന്നായി മിക്സ് ചെയ്യുന്നത്. നന്നായി മിക്സ് ആയതിനു ശേഷം നമ്മൾ നമ്മുടെ റൈസ് ചെക്ക് ചെയ്യുക. ഏകദേശം 15 മിനിറ്റിന് ശേഷം നമ്മുടെ റൈസ് നന്നായി കുക്കായിട്ടുണ്ട്. ഈ കുക്ക് ചെയ്ത റൈസ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ പ്രിപ്പറേഷൻ ഓഫ് വെജിറ്റബിൾസിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. റൈസ് ആഡ് ചെയ്തതിന് ശേഷം ഈക്വലി ആ എസൻസ് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. വെജിറ്റബിൾസും നമ്മൾ കുക്ക് ചെയ്ത റൈസും നമ്മൾ നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 10 മിനിറ്റോളം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും നല്ല ഫ്ലേവറുമുള്ള ഫ്രൈഡ് റൈസ് ആണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. ഫ്രൈഡ് റൈസിൻ്റെ ഓൾമോസ്റ്റ് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചില്ലി ചിക്കൻ ആണ്. ഞങ്ങളുടെ നെക്സ്റ്റ്